വണക്കം. തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിട്ടുള്ള വി രാജേഷ് എവിടെയാണ്? നിലവിൽ മേയറായിരിക്കുന്നത് ആശാനാഥാണ്. സംഭവം വേറൊന്നുമല്ല, വി രാജേഷ് അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ്. 8 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനാണ് വി രാജേഷ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മേയർക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ പോലും CPM എന്ന് പറയുന്ന മേയറുടെ ആജന്മ ശത്രുവായിട്ടുള്ള പാർട്ടിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മേയർ എവിടെയാണ് പോകുന്നത്, മേയർ ഈ നിമിഷത്തിൽ എവിടെയായിരിക്കും എന്നുള്ള ഷെഡ്യൂൾ കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ടാണ് മേയർ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നമുക്ക് പണ്ടൊരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് കെട്ടിയെടുത്തുകൊണ്ട് അമേരിക്കയിലോട്ട് പോകും. എന്നിട്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെ അതിഭീകരമായിട്ട് പുകഴ്ത്തുകയും ചെയ്യും. കേരളത്തിലുള്ള എല്ലാവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വരണം എന്ന് പറയുകയും ചെയ്യും. സ്വന്തം അസുഖം വരുമ്പോൾ നേരെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് പോകും. അമേരിക്കയിലേക്ക് വെറുതെ പോകുന്നതല്ല, അമേരിക്കയിലേക്ക് ടൂർ പോകും പോലെയാണ് പോകുന്നത്. ഭാര്യ കാണും, മക്കൾ കാണും, മക്കളെ കാണും, ഇനി മക്കളുണ്ടെങ്കിൽ അതിനെയും കൂടെ കൊണ്ടുപോയതിനെ. അങ്ങനെയാണ് നമ്മുടെ പഴയ ഒരു നേതാവ് അമേരിക്കയിലേക്ക് പോകുന്നത്. പിന്നെ അമേരിക്ക വഴി ഇങ്ങനെ കറങ്ങി നെതർലാൻഡ്സ് വഴി ഡച്ച് മാതൃകയൊക്കെ പഠിച്ചിട്ടാണ് ആ നേതാവ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഡച്ച് മാതൃക പഠിച്ചത് കൊണ്ട് തന്നെ എങ്ങനെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ആ ഒരു മാതൃക അദ്ദേഹം ഇവിടെ വന്ന് 2018 പോയെന്ന് എനിക്ക് തോന്നുന്നു. 2019 ആയപ്പോഴേക്കും അത് നടപ്പിലായി. അത് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇന്നും, അതായത് വി ഡി സതീശൻ സർക്കാർ ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഈ കാലത്തും നമ്മുടെ നാട് പ്രളയത്തിൽ നിന്നും പ്രളയഭീഷണിയിൽ നിന്നും മുക്തമായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. തലയിൽ മറ്റേ ചട്ടി തൊപ്പിയൊക്കെ വെച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ പോസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് നാട്ടുകാർ ചോദിച്ചു, ഈ ഡച്ച് മാതൃകയൊക്കെ ഉണ്ടാക്കിയില്ലേ, 2018 മഹാപ്രളയം എന്ന് പറഞ്ഞൊരു സാധനം വന്നു. ഈ പ്രളയം എന്ന് പറഞ്ഞൊരു സാധനം ഇതല്ല. പ്രളയം വന്നാൽ കേരളം കാണുക പോലുമില്ല, ഇത് വെള്ളപ്പൊക്കം. അപ്പോൾ ഇങ്ങനൊരു സാധനം വന്നു. അപ്പോൾ ഈ ഡച്ച് മാതൃക നിങ്ങൾ നടപ്പാക്കിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡച്ച് മാതൃക നടപ്പാക്കാനൊന്നുമില്ല. ഡച്ച് മാതൃക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സ്ഥലത്താണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ അരയ്ക്ക് ചുറ്റും ഒരു ട്യൂബ് അങ്ങ് കെട്ടുക. അരയ്ക്ക് ചുറ്റും ട്യൂബ് കെട്ടുമ്പോൾ വെള്ളം പൊങ്ങിയാലും നിങ്ങൾ പൊങ്ങി തന്നെ കിടക്കില്ല. അതാണ് നമ്മുടെ ഡച്ച് മാതൃക എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ആ സർക്കാർ ഡച്ച് മാതൃക നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. എന്തായിരുന്നാലും ആ സർക്കാർ അവിടെ പോയി, അതായത് അമേരിക്ക പോയി, അമേരിക്ക വഴി നെതർലാൻഡ്സും ഫിൻലാൻഡും അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മലേഷ്യയിലായിരുന്നു ഈ പ്രമുഖ നേതാവിൻ്റെ മരുമകനും സ്വന്തം മോളും മലേഷ്യ വഴി ടൂറിസത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ പോവുകയാണ്. എങ്ങനെയാണ് ടൂറിസ്റ്റുകൾ ഓരോ സ്ഥലത്ത് ചെന്ന് ഇരിക്കുന്നതെന്നും അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും അവരെങ്ങനെയാണ് ടൂറിസ്റ്റുകളിൽ ഓരോ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നതെന്ന് പഠിക്കാനാണ് ഞങ്ങൾ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് അവിടെയുള്ള വീഗലാൻഡിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിടുമായിരുന്നു. ഇതായിരുന്നു പണിയെന്ന് പറയുന്നത്. അങ്ങനെ ആ നമ്മുടെ പ്രമുഖനായിട്ടുള്ള നേതാവ് പല സ്ഥലങ്ങളിലും കറങ്ങി ഏറ്റവും അവസാനം, അതായത് ഏത് വിദേശയാത്ര പോയാലും ഏറ്റവും അവസാനം ആ പ്രമുഖനായിട്ടുള്ള നേതാവ് ദുബായിലോ UAE ഏതെങ്കിലും നഗരത്തിൽ വന്നിറങ്ങി UAE മൊത്തം കറങ്ങി കണ്ടിട്ടാണ് ആ പ്രമുഖനായിട്ടുള്ള നേതാവ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ്. ആരും ചോദിക്കില്ല, ഒന്നും അറിയണ്ട, എവിടെയാണ് പോയതൊന്നും ഒരക്ഷരം പോലും ആരോടും ഉരിയാടില്ല. ഇതായിരുന്നു ആ നേതാവിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ നേതാവ് അമേരിക്കയിലേക്ക് പോയപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റി മറച്ചു വെച്ചാണ് അമേരിക്കയിലേക്ക് കയറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ ഈ നേതാവ് പോകുമ്പോൾ ഈ നേതാവിൻ്റെ രാഷ്ട്രീയം അകത്തോട്ടേക്ക് കയറ്റാത്തത് കൊണ്ട് ഞാൻ ഈ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നേതാവ് അമേരിക്കയിലേക്ക് പോയത്. അപ്പോൾ ഈ നേതാവ് പോയപ്പോൾ ഈ നേതാവിനൊരു കേട്ട് വാണാലുണ്ട്. ആ വാണാലിൻ്റെ പേരാണ് നികേഷ്. നമ്മളയാളെ കിണറേഷ് എന്ന് വിളിക്കും. കിണറേഷിനെ കൊണ്ടാണ് പോയത്. അവിടെ പോയപ്പോൾ അവിടെ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള അവിടെയുള്ള ടൈംസ് സ്ക്വയറിൽ ഈ നേതാവിൻ്റെ ഒരു ഗംഭീര പരിപാടി വരാൻ പോവുകയാണ്, കിടിലമാണ്, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു പരിപാടി ഏർപ്പെടുത്തി. 4-3-7 പേര് ആ പരിപാടിയിൽ വന്ന്. പോരാത്തതിന് ആ പരിപാടിയിൽ ഈ നേതാവിനെ അവിടെ ഒരു കസേര എടുത്തിട്ട് അവിടെ ഇരുത്തി. ഒരു തുരുമ്പെടുത്ത കസേരയിൽ ആ നേതാവ് ഇരിക്കുന്ന ആ ചിത്രം ലോകരാജ്യങ്ങൾ കണ്ടപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ കൈയടിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആ നേതാവ് അമേരിക്കയിലേക്ക് പോകും. പക്ഷേ ഇതൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്തവണ മേയറായിട്ടുള്ള വി രാജേഷ് 8 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായിട്ട് അമേരിക്കയിലേക്ക് പോയപ്പോൾ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോരാത്തതിന് മേയർ അവിടെ ആരെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്, എന്തിനാണ് കൂടിക്കാഴ്ച നടത്തുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും മേയർ അപ്പോൾ മേയറുടെ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. മേയർ
മേയറുടെ ഏറ്റവും അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ യാത്രക്കിടയിൽ ന്യൂജേഴ്സിയിൽ നടന്ന നമാം അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് ലോകപ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ ശ്രീ എം ബി പിള്ള സാറുമായി ദീർഘനേരം ചർച്ച നടത്തി. ആരോഗ്യ മേഖലയിലെ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാൽ മെഡിക്കൽ ടൂറിസം രംഗത്ത് നന്നായി മുന്നേറാൻ സാധിക്കുമെന്നും BJP കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിനാൽ ഇത്തരം ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുമെന്നും പറഞ്ഞിരുന്നു. ഡോക്ടർ എം ബി പിള്ള സാറിൻ്റെ പൂർണ്ണ പിന്തുണ ഈ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വരുന്ന സെപ്റ്റംബർ മുതൽ 2027 ഏപ്രിൽ വരെ അദ്ദേഹം നാട്ടിലുണ്ടാകും. ഏത് കാര്യങ്ങൾക്കും സമയം കണ്ടെത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേന്ദ്ര സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ എന്നിവരുമായി വിശദമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേർ എം വി പിള്ള സാറുമായിട്ടുള്ള ചർച്ചകൾ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മേയർ ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട്. അതിനു മുമ്പ്, അതായത് ഇന്ന് മാത്രം നമ്മുടെ വി രാജേഷ് ഇട്ടിരിക്കുന്നത് 1ഉം 2ഉം പോസ്റ്റല്ല, 3ഉം 4ഉം പോസ്റ്റുകളാണ്. അതിൽ മേയറുടെ മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ദിവസമായി അമേരിക്കയിലെ വിവിധ മേഖലകളിലുള്ളവരുമായുള്ള കൂടിക്കാഴ്ചകൾ തുടരുകയാണ്. ഇന്ന് രാവിലെ മുസൂറി സിറ്റി മേയർ റോബിൻ ഏലക്കാട്ടിലും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും ഉദ്യോഗസ്ഥനമടങ്ങുന്നവരുമായി ദീർഘനേരം വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തി. ചർച്ചകൾക്കായി വളരെ വലിയ തയ്യാറെടുപ്പുകളാണ് കോർപ്പറേഷൻ അധികൃതർ നടത്തിയത്. മാലിന്യ സംസ്കരണം, നായ സംസ്കരണം, IT എന്നിവയിലായിരുന്നു പ്രധാനമായും ചർച്ച കേന്ദ്രീകരിച്ചത്. ഇന്ന് ഡോഗ് ഷെൽട്ടർ സന്ദർശിച്ചു. നാളെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റും ട്രാൻസ്പോർട്ടിംഗ് ട്രക്കുകളുമൊക്കെ കാണും. തിരുവനന്തപുരത്തെ IT ഡെവലപ്മെൻറ്റ് മുസൂറി IT ടീമിന് മുമ്പാകെ വിശദീകരിച്ചു. ഒപ്പം തിരുവനന്തപുരവും മുസൂറിയും സിറ്റികൾ ചേർന്ന് IT കൊളാബറേഷൻ ഏതൊക്കെ മേഖലയിൽ സാധിക്കുമെന്ന് പ്രാഥമിക ചർച്ചകൾ നടത്തി. മുഖ്യമന്ത്രിയുമായും സംസ്ഥാന IT മന്ത്രിയുമായും ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം വരെ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് കൃത്യമായിട്ട് മേയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അമേരിക്കൻ സന്ദർശനത്തിൻ്റെ ഭാഗമായി ടെക്സസിലെ 2 പ്രമുഖ നഗരങ്ങളിലെ മേയർമാരുമായി കൂടിക്കാഴ്ച നടത്തും. തിരുവനന്തപുരം നഗരത്തിലെ വികസന സ്വപ്നങ്ങൾക്കും സഹകരണത്തിനും പുതിയ ദിശ നൽകാൻ ഈ കൂടിക്കാഴ്ചകൾ സഹായകരമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ 10:30 സ്റ്റാൻഫോർഡ് കൗൺസിൽ ഹാളിൽ സ്റ്റാൻഫോർഡ് മേയർ കെൻ മാത്യുവുമായി കൂടിക്കാഴ്ച നടത്തും. നഗരവികസനം, പ്രാദേശിക ഭരണ നിർവഹണം, സമൂഹ പങ്കാളിത്തം, സാമ്പത്തിക പുരോഗതി, പൊതുസേവനങ്ങൾ, പരസ്പരം സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ചെയ്യും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മിസോറി സിറ്റി ഹാളിൽ മിസോറി സിറ്റി മേയർ റോബിൻ ഏലക്കാട്ടുമായി കൂടിക്കാഴ്ച നടത്തും. ഈ യോഗങ്ങളിൽ മേയർമാർക്കൊപ്പം അതാത് നഗരങ്ങളിലെ കൗൺസിലർമാരും പങ്കെടുക്കും. നഗരഭരണ രംഗത്തെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അടിസ്ഥാന സൗകര്യ വികസനം, പൊതുസേവനങ്ങൾ, പൊതുസുരക്ഷ, നിക്ഷേപ, വ്യാപാര സാധ്യതകൾ, ജനകീയ പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുവാദത്തോടെയും സഹകരണത്തോടെയും ഏതൊക്കെ തരത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നതാണ് കൂടിക്കാഴ്ചയുടെ ഉദ്ദേശങ്ങളിലൊന്ന്. ഒപ്പം ഈ നഗരങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ അനുഭവ സമ്പത്ത് തിരുവനന്തപുരത്തിന് എങ്ങനെ ഗുണമാക്കാമെന്നതും പരിശോധിക്കും. തിരുവനന്തപുരം നഗരവും അമേരിക്കയിലെ പ്രമുഖ നഗരങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നഗരവികസന രംഗത്തെ മികച്ച മാതൃകകൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും ഈ കൂടിക്കാഴ്ചകൾ വഴിവെക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരേ ദർശനം, 2 നഗരങ്ങൾ, അനന്ത സാധ്യതകൾ എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്ന ഈ കൂടിക്കാഴ്ചകൾ രാജ്യാതിർത്തിക്കപ്പുറമുള്ള നഗര സഹകരണത്തിൻ്റെ പുതിയ അധ്യായമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ തൻ്റെ അടുത്ത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ സഖാക്കന്മാർക്കുള്ള ഏക ഒരു ദുഃഖം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് എന്തടെ മഴ പെയ്യാത്തത്. തിരുവനന്തപുരത്ത് മഴ പെയ്ത് എവിടെയെങ്കിലും വെള്ളം ഒന്ന് പൊങ്ങിയിരുന്നെങ്കിൽ അത് പറഞ്ഞ് മേയർ പത്ത് പള്ളു പറയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ നഗരത്തെ സഖാക്കൾ വലിയ രീതിയിൽ ഇരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പുറത്ത് നമ്മുടെ കൊക്കിൻ്റെ ജീവൻ പോയ നമ്മുടെ ശബരീനാഥ് ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും മതം പൊട്ടിയ ആനയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നഗരം നശിച്ചു, നഗരം മുടിഞ്ഞു, നഗരത്തൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നടക്കുകയാണ്. പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിൽ ഇത്തവണ നഗരത്തിൽ മഴ പെയ്തപ്പോൾ വെള്ളം പൊങ്ങിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നഗരത്തിൽ മഴ പെയ്തു, പക്ഷേ മറ്റ് ജില്ലകളിൽ പെയ്യുന്ന പോലത്തെ മഴ പെയ്തില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും വലിയ രീതിയിൽ വെള്ളം പൊങ്ങുന്ന തിരുവനന്തപുരം നഗരത്തിൽ ഇത്തവണ എന്തുകൊണ്ട് കുറച്ചെങ്കിലും ഒരു ചെറിയ വെള്ളക്കെട്ടെങ്കിലും ഉണ്ടാവാത്തത് എന്ന് നമ്മുടെ സഖാക്കന്മാരെല്ലാം ആലോചിച്ച് തലപുണ്ണാക്കുന്ന മറ്റൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. എന്തായിരുന്നാലും തിരുവനന്തപുരം നഗരത്തിലെ മേയർ അമേരിക്കയിലെത്തിയപ്പോൾ മേയർക്ക് ലഭിച്ചത് രാജകീയമായിട്ടുള്ള സ്വീകരണമാണ് എന്നുള്ളതാണ് നമ്മുടെ സഖാക്കന്മാരെ വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം. വരും എന്തെങ്കിലുമൊക്കെ കഞ്ചാവ് കേസുകളുമായിട്ട് അവന്മാർ വീണ്ടും വരും. മേയർ അവിടെ ചെന്നപ്പോൾ അത് കിട്ടിയില്ല, മേയർ ഇവിടെ ചെന്നപ്പോൾ മറ്റേ മേയർ കാറി തുപ്പിക്കളഞ്ഞ് തലഹുങ്ങെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിച്ചു കളഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ അവന്മാർക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ്, അല്ലാതെ ജനങ്ങൾക്ക് എന്താണ് നല്ല കാര്യം, ജനങ്ങൾക്ക് എന്താണ് മോശം കാര്യം എന്നുള്ളതിനെക്കുറിച്ച് അവന്മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ യവന്മാർക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ, പൊതിച്ചോറും കണ്ട വീട്ടിലുള്ള കണ്ട അമ്മമാരാണ് എടുത്ത് അതിനെ പൊതിച്ചോറാക്കി അവരെ കൈ കൊടുക്കുന്നത്. അത് എടുത്ത് ഇവിടെ അപ്പുറത്തുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അതും ഇവർ ചെയ്യുന്നത് എന്തിനാണ്? പാർട്ടിയെ ശക്തിപ്പെടുത്താൻ.
അത് നമ്മുടെ മറ്റേ റഹീം ഉണ്ടല്ലോ, ലുട്ടാപ്പി എന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പാർട്ടി പ്രവർത്തകൻ പൊതിച്ചോറ് ചോദിക്കാനായിട്ട് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. പിന്നെയും പൊതിച്ചോറിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ ഒന്നുകൂടെ ചെല്ലും. അപ്പോൾ ബന്ധം കുറച്ചുകൂടെ ദൃഢമാകും. പിന്നെയും ഒന്നുകൂടെ ചെല്ലും പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ. അപ്പോൾ ഈ പാർട്ടി പ്രവർത്തകൻ ആ വീട്ടിലുള്ള ആരുടെയോ ഒരു അംഗമാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് നമ്മുടെ റഹീം തന്നെ ഇരുന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ഈ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയവുമായി വളരെയധികം ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ് പൊതിച്ചോറ് കൂടെ. അതായത് ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എടുത്ത് ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ആശയം എന്ന് പറയുന്നത്. അതായത് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുക എന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഒരാൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു സെറ്റപ്പില്ല. അതായത് ഉള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരിൽ നിന്നും ദൃഢമായിട്ട് അവരിൽ നിന്നും ഒരു ബന്ധം സ്ഥാപിച്ച് അതിനകത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന മറ്റൊരു നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യമാണ് ഇവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിലേക്കുള്ളൊരു റൂട്ട് മാത്രമാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. അത് വേറൊരു കാര്യം. ഈ പൊതിച്ചോറ് പിന്നെ എടുത്ത് അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യത്തെ അവഹേളിക്കുന്നു, പൊതിച്ചോറിനെ മറ്റത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് കമ്മികൾ പലപ്പോഴും വലിയ രീതിയിൽ ആക്രോശിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പൊതിച്ചോറ് കൊടുത്ത ഇവന്മാർ ഏതെങ്കിലും ഇലക്ഷനിൽ തോക്കുമ്പോൾ ഇവർ പറയുന്ന കാണണം, നമ്മളേന്ന് പൊതിച്ചോറ് വാങ്ങിച്ച് തിന്നില്ലടാ, എന്നിട്ടാണാ നീ നമുക്ക് കുത്താത്തത് എന്നൊക്കെ പറയുന്നത്. ആ പൊതിച്ചോറ് വാങ്ങിച്ച് തിന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് പറയുന്ന ഒരു ടീമായി മാറുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം തെറി പറയുന്നത് ഇവരാണ്, പൊതിച്ചോറ് കൊടുക്കുന്നത് ഇവരാണ്. എന്തിനാണ് കൊടുക്കുന്നത്? വോട്ടിന് വേണ്ടി. വോട്ട് കിട്ടിയില്ലെങ്കിൽ പൊതിച്ചോറ് വാങ്ങിക്കഴിച്ച് ജനങ്ങളെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ പൊതിച്ചോറ് രാഷ്ട്രീയം ഇനി വേണ്ട എന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ എന്താണ്? അത് പറ്റില്ല, പൊതിച്ചോറ് രാഷ്ട്രീയം വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ മുരളീധരൻ പറഞ്ഞു പൊതിച്ചോറിൻ്റെ ആവശ്യമില്ല, നമുക്ക് കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാം. കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലായിടത്തും കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങണ്ട. അതായത് 10 കൊല്ലം ഇവർ ഭരിച്ചിട്ട് തുടങ്ങിയിട്ടില്ലേ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞ സാധനം. അപ്പോഴും DYFA വളർത്താൻ ഇങ്ങനെ ആൾക്കാരെ നിന്ന് കളക്ട് ചെയ്ത് പൊതിച്ചോറ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞ സാധനം അവിടെ തുടങ്ങാതെ ഈ DYFAയും സ്വന്തം പാർട്ടിയെ വളർത്താനായിട്ട് പൊതിച്ചോറ് കൊടുക്കുന്ന രാഷ്ട്രീയത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് ഇവരെന്ന് പറയുന്നത്. വികസനം, ജനപങ്കാളിത്തം, സുസ്ഥിരക്ഷേമം അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. സുസ്ഥിരക്ഷേമം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റേ ഇത് തന്നെയാണ്. അതായത് പെട്രോൾ അടിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് 2 രൂപ വീണ്ടും പിടിച്ചു പറിക്കുന്ന എന്തിനാണ്? സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ, സാമൂഹിക ക്ഷേമ സെസ്, അതിനെയാണ് ഈ പേരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ശരി.